മാസ്കുലിൻ എനർജി പ്രൊവൈഡിങ് ആണ്, ഫെമിനിൻ എനർജി റിസീവിങ് ആണ്. മാസ്കുലിൻ എനർജി എന്താണ് കൊടുക്കുമ്പോൾ ഫെമിനിൻ എനർജി എന്താണ് മാസ്കുലിൻ എനർജിയിൽ നിന്ന് റിസീവ് ചെയ്യും. ഇതാണ് ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ ഈ രണ്ട് എനർജികളുടെയും സ്വഭാവ സവിശേഷത. മാസ്കുലിൻ എനർജി ഫെമിനിൻ എനർജിക്ക് കൊടുക്കുമ്പോൾ ഫെമിനിൻ എനർജി എന്താണ് മാസ്കുലിൻ എനർജിയിൽ നിന്ന് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്തത് എന്താണ് ഫെമിനിൻ എനർജി ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പെരുപ്പിക്കും, ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കും. ഇതിനൊരു ഉദാഹരണമാണ് നമുക്ക് കോസ്മിക് ആയിട്ടുള്ള ഇൻസൈറ്റുകളൊക്കെ കിട്ടുമ്പോൾ, നമുക്ക് ദൈവികമായിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ എന്താണ് നമ്മുടെ ബോഡി എന്താണ് ഫെമിനിൻ എനർജി. പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന അറിവെന്താണ് നമുക്കത് മാസ്കുലിൻ എനർജി എന്ന് പറയാം. അപ്പോൾ ആ അറിവെന്താണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഫെമിനിൻ എനർജി റിസീവ് ചെയ്യുമ്പോൾ എന്താണ് ഫെമിനിൻ എനർജിക്ക് ആ അറിവ് വെച്ച് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ക്രിയേഷൻ എന്താണ് നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭൂമി ഫെമിനിൻ എനർജിയാണെന്ന് അറിയാം. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ഇൻസൈറ്റുകളൊക്കെ എന്താണ് ഫെമിനിൻ എനർജി എന്താണ് ഉപയോഗിക്കില്ലേ. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സിൽ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് അല്ലെങ്കിൽ ഒരു സിമുലേഷനിലും ഒരു ഹയർ മെട്രിക്സിൽ ഈ എനർജികളൊക്കെ എന്താണ് ബാലൻസ് ആയിരിക്കും. ക്രിയേഷൻ എന്താണ് ഒരു ഹാർമണിയിൽ പോവില്ലേ. അപ്പോൾ നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു ക്രിയേഷനാണ്. അതിനൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഒരു ഗെയിമൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഗെയിമിലുള്ള ഒരു ലോകം എന്താണ് അതൊരു മെട്രിക്സ് ആണെന്ന് പറയാം. ആ മെട്രിക്സ് എന്താ നമുക്ക് പല രീതിയിൽ ആക്കിയെടുക്കാമല്ലേ. ലോവർ മെട്രിക്സിൽ എന്താണ് നമുക്ക് ക്രിയേഷന് എന്താ ജീവിച്ചു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അതിനെ ഹെൽ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്താണ് അതിലെന്താണ് സ്പ്ലിറ്റിങ് കൂടുതലായിരിക്കും, ഡിസിൻറ്റഗ്രേഷൻ കൂടുതലായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രിക്സ് എന്താവും നമുക്കെതിരെ ആയിരിക്കും വർക്ക് ചെയ്യുക, ലോകം എന്താവും നമുക്കെതിരെ ആയിരിക്കും വർക്ക് ചെയ്യുക. അതിന് ഉദാഹരണമാണ് നമ്മുടെ കലിയുഗമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. അതിലെന്താണ് മനുഷ്യർക്ക് എന്താ ഒരുപാട് വേദന തിന്നേണ്ടി വരും. അതിനർത്ഥം എന്താണ് ആ വേൾഡ് ആ മനുഷ്യന് വേണ്ടിയിട്ടല്ല, ഹാർമണിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ലോവർ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ലോവർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് ഹാർമണി ഉണ്ടാവില്ല, ഈ എനർജികളുടെ ഹാർമണി ഉണ്ടാവില്ല. മാസ്കുലിൻ ഫെമിനിൻ എനർജി എന്താവും റിവേഴ്സ്ഡ് ആവും എന്ന് പറയാം, ഒരു റിവേഴ്സലേക്ക് പോവും. അപ്പോൾ മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയുടെയും ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ എന്താണ് മാസ്കുലിൻ എനർജി കൊടുക്കുകയും ഫെമിനിൻ എനർജി റിസീവ് ചെയ്യുക. അങ്ങനെ ഒരു അവസ്ഥയാണ്. ആ ഫെമിനിൻ എനർജി റിസീവ് ചെയ്യുന്ന എനർജി കൊണ്ട് എന്താണ് ആ ഫെമിനിൻ എനർജി ഒരു നല്ല വേൾഡ് ക്രിയേറ്റ് ചെയ്യൂലേ. ആ വേൾഡ് എന്താണ് അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഹാർമണിയിലും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതിനെ നമുക്ക് ഹയർ മെട്രിക്സ് എന്ന് പറയാം. നമ്മുടെ ഹയർ സെൽഫൊക്കെ ജീവിച്ചു പോകുന്ന ആ ഒരു പ്ലെയിൻ, ആ ഒരു അവസ്ഥയും ആ ഒരു സ്ട്രക്ചറൊക്കെ. അപ്പോൾ ഇതെന്താണ് ഇത് ഹാർമണിയിലുള്ള ഒരു അവസ്ഥയാണ് അല്ലേ. ഒരു മനുഷ്യന് ത്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന പ്ലെയിനാണ്, ഒരു ലോകമാണ്. ഇനി മാസ്കുലിൻ എനർജിയുടെയും ഫെമിനിൻ എനർജിയുടെയും ഈ റോളുകൾ റിവേഴ്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫെമിനിൻ എന്താണ് മാസ്കുലിനേക്ക് എനർജി കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിലൊക്കെ നമ്മൾ ഫെമിനിൻ കൗണ്ടർ പാർട്ട് എന്താണ് മാസ്കുലിനെ ചേസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഫെമിനിൻ എന്താണ് അവിടെ മാസ്കുലിനിലേക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു റിവേഴ്സലാണ്, അതൊരു ഹയർ മെട്രിക്സ് അല്ല, അതൊരു ലോവർ മെട്രിക്സിൽ സംഭവിക്കുന്ന അവസ്ഥയാണ്. ഫെമിനിൻ എന്താണ് സപ്രസ്ഡ് ആണ്, മാസ്കുലിൻ എന്താണ് സുപ്രീമസി കാണിക്കും. അപ്പോൾ മാസ്കുലിൻ എന്താണ് ആ ഫെമിനിൻ്റെ എനർജി എടുത്തിട്ട് എന്താണ് മെട്രിക്സിൽ ത്രൈവ് ചെയ്യാൻ നോക്കും. ആ ലോവർ മെട്രിക്സിൽ അല്ലെങ്കിൽ നമുക്കെതിരെ വർക്ക് ചെയ്യുന്ന ആ ഒരു ലോകത്തിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ലോകത്തിൽ എന്താണ് മാസ്കുലിൻ ആ ഫെമിനിൻ്റെ എനർജി എടുത്തിട്ട് എന്താണ് ജീവിക്കാൻ തുടങ്ങും. മാസ്കുലിനും ഫെമിനിനും ഇടയിൽ എന്താണ് ഒരു കണക്ഷൻ ഉണ്ടാവില്ല, ഒരു ഇൻറ്റിമസി ഉണ്ടാവില്ല, അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവില്ല. ഫെമിനിൻ മാസ്കുലിനേക്ക് കൊടുക്കുമ്പോൾ എന്താണ് അത് ഒരു ബാലൻസിലല്ലാത്ത ഒരവസ്ഥയാണല്ലേ. അപ്പോൾ ബാലൻസിലല്ലാത്ത ഒരവസ്ഥയിൽ മാസ്കുലിനെ എത്തിക്കഴിഞ്ഞാൽ എന്താവും മാസ്കുലിനെ ഫെമിനിനെ അവളുടെ ശരിയായിട്ടുള്ള ഒരു സ്വരൂപത്തിൽ എന്താണ് കാണാൻ പറ്റില്ല. അപ്പോൾ മാസ്കുലിൻ എന്താണ് മാസ്കുലിനും ഒരു കൺഫ്യൂഷനിലേക്ക് പോവും, എൻറ്റൈറ്റിൽമെൻറ്റിലേക്ക് പോവും. ഈ എനർജി എനിക്കുള്ളതാണ്, മാസ്കുലിൻ എന്താണ് ഇത് എൻ്റെ എനർജിയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ നമ്മുടെ ശരീരത്തിനെ ചൂഷണം ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു എനർജി നമ്മുടെ എനർജിയാണെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ നമ്മൾ ശരീരത്തിനെ വളരെയധികം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുമ്പോൾ എന്താവും ശരീരം രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്താവും നമ്മുടെ ആ ഒരു എൻറ്റൈറ്റിൽമെൻറ്റ് കുറയും, ഒരു ഈഗോയൊക്കെ കളഞ്ഞിട്ട് എന്താണ് നമ്മൾ നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതും അതിനൊരു ഉദാഹരണമാണ്. ഫെമിനിൻ്റെ ഉള്ളിലെ ഈ ഒരു എൻറ്റൈറ്റിൽമെൻ്റ് ആണ് മാസ്കുലിൻ എന്താണ് റൺ ചെയ്യുന്നത് വഴി മിറർ ചെയ്യുന്നത്. ഫെമിനിൻ എന്താണ് തൻ്റെ എനർജി ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഫെമിനിനും ഹെൽത്ത് ഇഷ്യൂസ് എന്താണ് വന്നു തുടങ്ങും. ഫെമിനിൻ്റെ ഉള്ളിലെ ഈ ഒരു എൻറ്റൈറ്റിൽമെൻ്റ് ആണ് മാസ്കുലിൻ എന്താണ് ഫെമിനിൽ നിന്ന് എനർജി എടുത്തിട്ട് എന്താണ് മാസ്കുലിൻ എന്താ കാണിക്കുന്നത്. ഫെമിനിൻ എന്താണ് അളവില്ലാതെ കൊടുക്കുന്നത്, മാസ്കുലിൻ അളവില്ലാതെ എടുത്തിട്ട് എന്താണ് മിറർ ചെയ്യുകയാണ്. തുടക്കത്തിലെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ മാസ്കുലിൻ ബോംബ് ചെയ്യുന്ന ആ ഒരു സമയത്തും നമുക്ക് ഫെമിനിൻ
ഫെമിനിൻ്റെ ഉള്ളിലെ ഈ ഒരു എൻറ്റൈറ്റിൽമെൻറ്റ് കാണാൻ കഴിയും. മാസ്കുലിൻ്റെ ബൗണ്ടറി ബ്രേക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന ഈ ഒരു എനർജിയും സമയവും എന്താണ് ഫെമിനിൻ അർഹിക്കുന്നതാണെന്നുള്ളൊരു തോന്നൽ ഫെമിനിന് വരാറുണ്ട്. മാസ്കുലിൻ റൺ ചെയ്യുമ്പോൾ എന്താണ് ഫെമിനിൻ്റെ ഈ ഒരു ഈഗോ എന്താണ് ബ്രേക്ക് ചെയ്യും മാസ്കുലിൻ്റെ എന്താണ് ആ ഒരു എനർജി നഷ്ടപ്പെടുമ്പോൾ. അപ്പം ഇങ്ങനെ എൻറ്റൈറ്റിൽമെൻറ്റ് നമുക്കിങ്ങനെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ എന്താണ് വൂണ്ടുള്ളപ്പോൾ, നമ്മുടെ ഉള്ളിൽ എന്താണ് ട്രോമയുള്ളപ്പോൾ എന്താണ് നമ്മൾ എൻറ്റൈറ്റ്മെൻറ്റിലേക്ക് പോവും. പുറത്തുനിന്ന് എനർജി എന്താണ് നമ്മൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും. ഒരു ലോവർ മെട്രിക്സിൽ നമുക്കറിയാം ആ വേൾഡ് എന്താണ് നമുക്കെതിരെയാണ് വർക്ക് ചെയ്യുന്നത്. അതിലുള്ള ഒരുപാട് ജോലികളൊക്കെ എന്താണ് നമ്മുടെ ശരീരം കേടാക്കുന്ന രീതിയിലും ഭക്ഷണങ്ങളായാലും ഒരു ഹയർ വൈബ്രേഷനിലേക്ക് പോകാൻ സഹായിക്കാത്ത ഒരു രീതിയിലുമാണുള്ളത്. അപ്പം നമ്മുടെ ബോഡി എന്താണ് ഫെമിനിൻ ആണല്ലോ. നമ്മളെന്താണ് ബോഡിയിൽ നിന്ന് എനർജി എടുത്തിട്ട് ഇത്തരത്തിലുള്ള ജോലികളിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഫെമിനിൽ നിന്ന് മാസ്കുലിൻ എനർജി എടുത്തിട്ട് എന്താണ് ആ ജോലി അല്ലെങ്കിൽ ആ ഒരു കാർമിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു മെട്രിക്സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോഡിക്ക് എന്താണ് രോഗങ്ങൾ വരാൻ തുടങ്ങും. മാസ്കുലിൻ എന്താണ് മാസ്കുലിൻ ലോസ്റ്റ് ആവും. തൻ്റെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ പറ്റാതെ, തൻ്റെ ലൈഫ് എന്തിനാണെന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റാതെ, ഒരു പാഷൻ കിട്ടാതെയും എന്താണ് മാസ്കുലിൻ എന്താണ് മെട്രിക്സിൽ ലോസ്റ്റ് ആവും. അപ്പോൾ ഫെമിനിൻ എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മാസ്കുലിൻ എന്താണ് മെട്രിക്സിൽ ലോസ്റ്റ് ആവും. മാസ്കുലിന് കൺഫ്യൂഷൻ വരും. മാസ്കുലിൻ എന്താണ് ഫെമിനിൻ്റെ ആ ഒരു സത്യമായ സ്വരൂപത്തെ എന്താണ് മനസ്സിലാക്കാൻ കഴിയില്ല. ഫെമിനിൻ എന്ന് പറയുന്ന ആ ഒരു നിലത്തിൽ ചവിട്ടി നിന്നിട്ടാണ് മാസ്കുലിൻ എന്താണ് ഇത്തരത്തിലുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള കൊട്ടാരങ്ങൾ കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളത് എന്താണ് മാസ്കുലിന് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിവേഴ്സൽ എന്ന് പറയുക. അപ്പോൾ ഒരു മെട്രിക്സിൽ ലോവർ മെട്രിക്സിൽ എന്താണ് നമുക്കെതിരെ വർക്ക് ചെയ്യുന്ന ഒരു ലോകത്തിൽ എന്താണ് നമുക്കിങ്ങനെ റിവേഴ്സൽ കാണാൻ പറ്റും. ഫെമിനിനാണ് മാസ്കുലിനിലേക്ക് എനർജി കൊടുക്കുക. മാസ്കുലിന് എനർജി എടുത്തിട്ട് എന്താണ് ആ മെട്രിക്സിക്ക് കൊടുക്കും, കാർമിക്സിക്ക് കൊടുക്കും. ലോവറായിട്ടുള്ള ഡിസയേഴ്സ്, തൻ്റെ താഴ്ന്ന ആഗ്രഹങ്ങളിലേക്ക് എന്താണ് പോവാൻ തുടങ്ങും. ഇങ്ങനെയാണ് മെട്രിക്സ് പവേർഡ് ആവുക. ഇങ്ങനെ കാർമിക്കായിട്ടുള്ള ഒരു ലോവർ മെട്രിക്സ് പവേർഡ് ആണെന്ന് പറയാം. അതിലേക്ക് എനർജി കിട്ടുന്നത് കൊണ്ടാണ് അത് നിലനിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ജന്മമെടുക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ ലോകത്തിലേക്കാണല്ലോ വരുന്നത്. ഈ ലോകത്തിലേക്ക് വരാൻ എന്താണ് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ റിവേഴ്സൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ കാർമിക്കായിട്ടുള്ള ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അതിലേക്ക് എനർജി കൊടുക്കണം. നമ്മളെന്താണ് ഒരു ഗെയിമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് നമ്മൾ അതിലേക്ക് എനർജി കൊടുക്കില്ലേ. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ ലോവറായിട്ടുള്ള ഒരു മെട്രിക്സിലേക്ക് ജന്മം എടുക്കുമ്പോൾ എന്താണ് നമ്മൾ അതിലേക്ക് എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫെമിനിനെ നമ്മളെന്താണ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ലോവറായിട്ടുള്ള ഒരു മെട്രിക്സിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ റിവേഴ്സൽ എന്ന് പറയാം. അപ്പോൾ ടിൻ ഫ്ലെയിം ജേണിയിൽ കാണാൻ പറ്റും. ടിൻ ഫ്ലെയിംസ് ലോവർ മെട്രിക്സിൽ ഇരിക്കുമ്പോൾ എന്താണ് ടിൻ ഫ്ലെയിംസ് റിവേഴ്സ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഡിവൈൻ മാസ്കുലിൻ മെട്രിക്സിലേക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാം. ഫെമിനിൻ എന്താണ് മാസ്കുലിനിലേക്ക് തൻ്റെ എനർജി കൊടുക്കുകയും ചെയ്യുമെന്ന് പറയാം. ഫെമിനിൻ അങ്ങനെ മാസ്കുലിനിലേക്ക് തൻ്റെ എനർജി കൊടുക്കുമ്പോൾ എന്താണ് ഫെമിനിൻ തൻ്റെ ഉള്ളിലുള്ള ഇന്നർ മാസ്കുലിൻ കൗണ്ടർ പാർട്ടിനെ, ഇന്നർ മാസ്കുലിൻ എനർജീനെ എന്താണ് അബാൻഡൻ ചെയ്ത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് എന്താണ് ഉപേക്ഷിച്ച് പോവാണല്ലേ. 3D മെട്രിക്സിനെ അല്ലെങ്കിൽ തേർഡ് ഡയമെൻഷണൽ കോൺഷ്യസ്നെസ് ഉള്ള ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വരുമ്പോൾ എന്താണ് നമ്മൾ അതിലേക്ക് എന്താണ് പേയ്മെൻറ്റ് കൊടുക്കണം, അതിലേക്ക് എന്താണ് എനർജി കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളാണ് നമ്മുടെ റിയാലിറ്റി എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മുടെ എനർജി എന്താണ് നമ്മൾ ആ ഒരു കാർമിക്കിലേക്ക് കൊടുക്കുന്നത് കൊണ്ടുമാണ് അവിടെ കാർമിക് അല്ലെങ്കിൽ എന്താണ് 3D വേൾഡ് ഉള്ളത്. അത് പവർ ചെയ്യുന്നത് ആരാണ്? ഫെമിനിൻ. അപ്പോൾ ഫെമിനിനെയാണ് നമ്മൾ ശക്തി എന്ന് പറയുക. ശക്തിയാണ് പവർ ചെയ്യുന്നത്. മെട്രിക്സിൽ നിന്ന് പുറത്ത് വരാമെന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ മെട്രിക്സിൽ നിന്ന് നമ്മൾ പുറത്ത് വരുന്നത് എപ്പോഴായിരിക്കും? ഈ റിവേഴ്സൽ നിൽക്കുമ്പോഴായിരിക്കും. ഈ റിവേഴ്സൽ നിൽക്കുമ്പോൾ എന്താണ് മാസ്കുലിൻ ഫെമിനിനിലേക്കാണ് കൊടുക്കുക. മാസ്കുലിൻ എന്താണ് കാർമിക്കിനെ ഉപേക്ഷിക്കും. ഫെമിനിൻ എന്താണ് തന്നിലേക്ക് തന്നെ എനർജി കൊടുക്കാൻ തുടങ്ങും. ഫെമിനിൻ സെൽഫ് സോഴ്സിങ് ആയില്ലേ, തനിക്ക് തന്നെ തൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് തനിക്ക് വേണ്ട എനർജി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫെമിനിൻ എന്താണ് ഒരു അസെൻഡഡ് ആവാണ് അല്ലേ. ഫെമിനിൻ എന്താണ് ഒരു ഹയർ മെട്രിക്സിലേക്ക് പോവാണ്, തൻ്റെ ആ ഹയർ സെൽഫിലേക്ക് പോവാണ്. അപ്പോൾ ഫെമിനിൻ മാസ്കുലിനിലേക്ക് കൊടുക്കുന്ന എനർജി എന്താണ് പിൻവലിക്കും. മാസ്കുലിനായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിടും. മാസ്കുലിൻ എന്താണ് താൻ ഇത്രയും നാൾ മെട്രിക്സിൽ നിലനിന്ന് പോകാൻ കാരണം എന്താണ് ആ ഫെമിനിൻ്റെ ആ ഒരു എനർജി കൊണ്ടുള്ള ഒരു ഗ്രൗണ്ട് മാസ്കുലിൻ ഉണ്ടായിരുന്നു. ഫെമിനിനായിരുന്നു മാസ്കുലിനും കാർമിക്കുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോന്നിരുന്നത്. അപ്പോൾ മാസ്കുലിന് ഫെമിനിൻ്റെ എനർജി കിട്ടാണ്ടാകുമ്പോൾ മാസ്കുലിൻ എന്താണ് കാർമിക്കിലേക്ക് കൊടുക്കാൻ എന്താണ് എനർജി ഉണ്ടാവില്ല. മാസ്കുലിൻ എന്താണ് താൻ കാർമിക്കിലേക്ക് കൊടുക്കുന്ന എനർജി എന്താണ് പിൻവലിക്കും. ഒരാൾക്ക് ഇത്ര എനർജി എന്നുണ്ടല്ലേ. അപ്പോൾ മെട്രിക്സിലേക്ക് എനർജി കിട്ടാണ്ടാവുമ്പോൾ എന്താണ് ആ മെട്രിക്സ് പവേർഡ് ആവില്ല. ആ മെട്രിക്സിന് എന്താണ്
നിലനിന്ന് പോകാനുള്ള എനർജി ഇല്ല, അത് ശക്തിയില്ല. മെട്രിക്സ് എന്താണ് ബ്രേക്ക് ആവും. മെട്രിക്സിൽ നിന്ന് പുറത്ത് വരാമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. ഇങ്ങനെയാണ് മെട്രിക്സ് ബ്രേക്ക് ആവുക. അപ്പോൾ എന്താണ്, പഴയ ലോകത്തിന് എന്താണ് നിലനിന്ന് പോകാൻ പറ്റില്ല. പകരം എന്താണ്, ഫെമിനിൻ എന്താണ് തനിക്ക് തൻ്റെ എനർജി വെച്ചിട്ട് എന്താണ് അവൾക്ക് വേണ്ട ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. മാസ്കുലിൻ എന്താണ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എന്താണ് അസെൻഷൻ സംഭവിക്കുന്നു പറയാം. ആ തകർന്നു പോകുന്ന മെട്രിക്സിനെയും ഉയർന്നു വരുന്ന ഫെമിനിനെയും കമ്പയർ ചെയ്തിട്ട് എന്താണ് അതിൽ നിന്ന് ക്ലാരിറ്റി മാസ്കുലിന് ലഭിക്കും. അപ്പോൾ ഇവിടെ മാസ്കുലിൻ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിംസിൻ്റെ മാസ്കുലിൻ കൗണ്ടർ പാർട്ട് മാത്രമല്ല, DM എനർജിയുള്ള ആൾക്കാരെ മാത്രമല്ല നമ്മൾ മാസ്കുലിൻ എന്ന് പറയാം. എക്സ്റ്റേണൽ വേൾഡിൽ മാസ്കുലിൻ എന്ന് പറയുന്നത് എന്താണ്, ശരീരത്തിനെയും നമ്മുടെ ഭൂമിനെയും ഒക്കെ എന്താണ് നമ്മൾ കെയർ ചെയ്യാണ്ട് ഈ 3D മെട്രിക്സിൽ കെട്ടിപ്പടുക്കുന്നത് എന്തൊക്കെയാണോ അത് നമ്മുടെ ആത്മാവിനെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹയർ സെൽഫിനെ വിറ്റിട്ട് എന്താണ് നമ്മൾ ഏതൊക്കെ ജോലികളിലേക്കാണ് പോകുന്നത്. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആ ഒരു ലെവലിൽ നിന്ന് അപ്പുറമായിട്ട് എന്താണ് നമുക്ക് വിസ്ഡം സ്വീകരിക്കാനും അറിവ് ലഭിക്കാനും നമുക്ക് കഴിയില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ ഇൻഡിവിറ്റീവായിട്ട് വളരാനും നമുക്ക് കഴിയില്ല. അപ്പോൾ അതിനൊക്കെയാണ് നമ്മളെന്താണ് മെട്രിക്സിലേക്ക് എനർജി കൊടുക്കുന്ന എന്താണ് മാസ്കുലിൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ റിവേഴ്സൽ എന്താണെന്ന് പറഞ്ഞു. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെമിനിൻ മാസ്കുലിനിലേക്ക് എനർജി കൊടുക്കുകയും മാസ്കുലിൻ കാർമിക്കിലേക്ക് എനർജി കൊടുക്കുകയുമാണ്. നമ്മൾ ഹാർമണിയിലാവുമ്പോൾ എന്താണ് മാസ്കുലിൻ എന്താണ് ഫെമിനിനിലേക്കാണ് എനർജി കൊടുക്കുക, ഫെമിനിൻ്റെ എനർജി എന്താണ് തന്നിലേക്ക് പിൻവലിക്കും. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ട് കംപ്ലീറ്റ് ആയല്ലേ. ആദ്യം ഫെമിനിൽ നിന്ന് മാസ്കുലിനിലേക്ക് എനർജി പോവും, പിന്നെ എന്താണ് മാസ്കുലിൽ നിന്ന് ഫെമിനിനിലേക്ക് എനർജി പോവും. ഇത് ഒരു ഡ്യുവാലിറ്റി ആണെന്ന് പറയാം. ലോകത്ത് എന്താണ് ഡ്യുവാലിറ്റി ഉണ്ടല്ലേ, ഈവിളുണ്ട് ഗോഡുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫേസ് എന്താണ് ഡെവിലിൻ്റെ ഫേസ് ആണെന്ന് പറയാം. രണ്ടാമത്തെ ഫേസ് എന്താണ് നമ്മൾ ഗോഡിലേക്ക് പോകുന്ന ആ ഒരു ഫേസ് ആണ്. റിവേഴ്സൽ നിൽക്കുമ്പോൾ എന്താവും, ഫെമിനിൻ എന്താണ് ക്രിയേറ്റർ ആവില്ലേ. ഫെമിനിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് തൻ്റെ ട്രൂ സെൽഫിനെയാണ്, തൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു സെൽഫിനെയാണ് ഫെമിനിൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. റിവേഴ്സൽ ആയിട്ടുള്ള ഒരവസ്ഥയിൽ എന്തായിരിക്കും, നമ്മൾ ഓതൻറ്റിക് ആവില്ല, നമ്മുടെ ട്രൂ സെൽഫിനെ നമ്മൾ എന്താ പുറത്ത് കാണിക്കില്ല, നമ്മളത് ഹൈഡ് ചെയ്യും, നമ്മൾ ഫേക്ക് ചെയ്യും. നമ്മൾ ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ആ ഒരു ശരിയായ ഒരു ഫോമിനെ എന്താണ് നമ്മൾ റിജക്റ്റ് ചെയ്യൂലേ, നമ്മുടെ ട്രൂ സെൽഫിനെ നമ്മൾ എന്താ റിജക്റ്റ് ചെയ്യും. റിവേഴ്സലിൽ എന്താണ് നമുക്ക് ട്രോമ ഉണ്ടായിരിക്കും, നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റിവേഴ്സൽ നോക്കിയാൽ അറിയാം, മെട്രിക്സ് നിലനിന്ന് പോകുന്നത് എന്താണ് മാസ്കുലിൻ മെട്രിക്സിലേക്ക് ആദ്യം പോയിട്ടുള്ളത് കൊണ്ടാണ്. 3D വേൾഡ് തുടങ്ങുന്നത് തന്നെ എന്താണ് റിവേഴ്സലിലാണ്. മാസ്കുലിൻ എന്താണ് ഓൾറെഡി മെട്രിക്സിലേക്ക് പോയിട്ടുണ്ട്, മാസ്കുലിൻ എന്താണ് മെട്രിക്സിൽ ലോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്വിൻ ഫ്ലെയിം കൗണ്ടർ പാർട്ടുകളിൽ എന്താണ് ഫെമിനിൻ മാസ്കുലിനെ മീറ്റ് ചെയ്യുമ്പോൾ മാസ്കുലിൻ എന്താണ് തുടക്കത്തിലെ മെട്രിക്സിൽ ലോസ്റ്റ് ആയിട്ടുണ്ടാവും. ട്വിൻ ഫ്ലെയിംസ് ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ മാസ്കുലിൻ എന്താണ് കർമ്മയുണ്ട്, മാസ്കുലിൻ എന്താണ് മെട്രിക്സിൽ ലോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫെമിനിൻ എന്താണ് കർമ്മയുള്ളത് കൊണ്ട്, ഫെമിനിൻ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് എന്താണ് ഫെമിനിൻ എന്താണ് കർമ്മയുള്ള മാസ്കുലിനിൽ എന്താണ് ലോസ്റ്റ് ആവും. ഫെമിനിൻ കർമ്മയുള്ള മാസ്കുലിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഫെമിനിൻ്റെ ഉള്ളിൽ എന്താണ് ഇങ്ങനെ കർമ്മയുണ്ടെന്നുള്ളത്, ഇങ്ങനെ തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ളത്. മാസ്കുലിന് വേണ്ടി ലോസ്റ്റ് ആവാനും ആളെന്താണ് റെഡി ആണെന്നുള്ളത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഫെമിനിൻ എന്താണ് ഹീൽഡ് അല്ല എന്നുള്ളത്. അവർ പരസ്പരം എന്താണ് ഒരേ സോളാണെന്ന് വളരെ ഡീപ്പായിട്ട് അവർക്കൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും എന്താണ് അവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടെന്ന് ഫെമിനിന് മനസ്സിലാവും. അതിന് കാരണം എന്താണ്, അത് മാസ്കുലിൻ എന്താണ് മെട്രിക്സിലേക്ക് ലോസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്. മാസ്കുലിന് പോലും ചിലപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റില്ല. മാസ്കുലിൻ്റെ നോർമലായിട്ടുള്ള ഒരു അവസ്ഥയാക്കി എടുക്കും. ഫെമിനിനോട് താൻ മെട്രിക്സിൽ ലോസ്റ്റ് ആയിട്ടുണ്ട്, തനിക്ക് ഇത്തരത്തിൽ ഒരു കാർമിക് ബോണ്ടിങ് ഉണ്ടെന്നുള്ള കാര്യം എന്താണ് മാസ്കുലിൻ ചിലപ്പോൾ മാസ്കുലിൻ്റെ ആ ഒരു സൈഡ് തന്നെ ഫെമിനിനിൽ നിന്ന് ഹൈഡ് ചെയ്ത് നടക്കും. ഫെമിനിൻ്റെ ആ ഒരു അറിവ്, ഫെമിനിൻ്റെ ആ ഒരു സോൾ റെക്കഗ്നിഷൻ, തൻ്റെ തന്നെ സോളാണെന്നുള്ള ആ ഒരു അറിവ് മാസ്കുലിൻ എന്താണ് ട്രിഗർ ചെയ്യാൻ തുടങ്ങും. മാസ്കുലിന് മനസ്സിലാവും ഫെമിനിനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇതുവരെ തൻ്റെ ചുറ്റിലും ഉണ്ടായിരുന്ന ഈ ലോകത്തിനൊക്കെ എന്താണ് കേടുപാടുകൾ സംഭവിക്കും. ഈ ഫാൾസ് ആയിട്ടുള്ള റിയാലിറ്റിക്ക് മെട്രിക്സിന് എന്താണ് കേടുപാടുകൾ സംഭവിക്കുന്നത് മാസ്കുലിന് അറിയാം. മാസ്കുലിന് അത് വിട്ടുകളയാൻ റെഡി അല്ലാത്തത് കൊണ്ട്, മാസ്കുലിനെ വിട്ടുകളയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മാസ്കുലിൻ്റെ ഹയർ സെൽഫിന് ആഗ്രഹമുണ്ട്, പക്ഷേ മാസ്കുലിൻ എന്താണ് അതിനോട് ബോണ്ടഡ് ആയിട്ടുള്ളത് കൊണ്ട്, മാസ്കുലിൻ എന്താണ് ഫെമിനിൻ്റെ വില തിരിച്ചറിയാത്തത് കൊണ്ട്, ഫെമിനിൻ മാസ്കുലിനിലേക്ക് എനർജി കൊടുക്കുന്നത് കൊണ്ട് മാസ്കുലിൻ എന്താണ് ഫെമിനിൽ നിന്ന് റൺ ചെയ്തു തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജസ് നടക്കുക. അതൊരു റിവേഴ്സലാണ്. മാസ്കുലിൻ ഫെമിനിൽ നിന്ന് റൺ ചെയ്യുമ്പോൾ എന്താണ് ഫെമിനിൻ എന്താണ് ഒരു റിസെൻറ്റിമെൻറ്റും ഒരു നീരസം മാസ്കുലിനോട്
തോന്നിത്തുടങ്ങും. കാരണം തൻ്റെ എനർജി വെച്ചിട്ടാണ് മാസ്കുലിൻ എന്താണ് മെട്രിക്സ് ആയിട്ട് ഈ ഒരു ബന്ധം വയ്ക്കുന്നതെന്ന് ഫെമിനിന് അറിയാം. ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി അവബോധമില്ലെങ്കിലും എന്താണ് തൻ്റെ ഉള്ളിൽ എന്താണ് ഡീപ്പായിട്ട് അറിയാം, തൻ്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്താണ് മാസ്കുലിൻ കാർമികമായിട്ടുള്ളൊരു ബന്ധം വയ്ക്കുന്നത്. താൻ ചേസ് ചെയ്യുന്നത് കൊണ്ടാണ് മാസ്കുലിൻ എന്താണ് റൺ ചെയ്യുന്നത്. ഫെമിനിൻ എന്താണ് തൻ്റെ എനർജി പിൻവലിച്ചാൽ, ചേസ് ചെയ്യുന്നത് നിർത്തി തൻ്റെ എനർജി പിൻവലിച്ചാൽ എന്തായിരിക്കും മാസ്കുലിൻ എന്താണ് ഫെമിനിനോട് ഡിസയർ തോന്നാൻ തുടങ്ങുകയും മാസ്കുലിൻ്റെ എന്താണ് ചുറ്റുമുള്ള മെട്രിക്സ് എന്താണ് പതുക്കെ ബ്രേക്ക് ആവാൻ തുടങ്ങുകയും ചെയ്യും. ഡിവൈൻ മാസ്കുലിൻ്റെ ട്രൂ ആയ സെൽഫ് എന്ന് പറയുന്നത് ഒരിക്കലും മെട്രിക്സിലല്ല. മെട്രിക്സിൽ എന്താണ് മാസ്കുലിൻ ഒരിക്കലും പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റില്ല, എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും. മെട്രിക്സിൽ നിന്ന് തന്നെ രക്ഷിക്കാനാണ് മാസ്കുലിൻ ഒരു ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ നിന്ന് പെയിൻ ഉണ്ടാവുന്നതിനെതിരെയായിട്ടാണ് മാസ്കുലിൻ്റെ ഒരു ഡിഫെൻസീവായിട്ടുള്ള മാസ്ക്ഡ് ആയിട്ടുള്ള സെൽഫ് ഉള്ളത്. അപ്പോൾ മാസ്കുലിൻ എന്താണ് സ്വന്തം ട്രൂ സെൽഫിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേൾഡ് നമ്മളുടെ റിഫ്ലക്ഷൻ ആണല്ലേ. മാസ്കുലിൻ സ്വന്തം സെൽഫിനെ റിജക്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്താണ് വേൾഡ് അത് റിഫ്ലക്റ്റ് ചെയ്യും. മെട്രിക്സ് എന്താണ് മാസ്കുലിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാസ്കുലിന് മെട്രിക്സിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് എനർജി യൂസ് ചെയ്യേണ്ടി വരും. കാരണം അത് മാസ്കുലിൻ്റെ ട്രൂ ആയിട്ടുള്ള സെൽഫ് അല്ലാത്തത് കൊണ്ടാണ്. ഫെമിനിൻ മാസ്കുലിനിൽ നിന്ന് എനർജി പിൻവലിക്കുമ്പോൾ മാസ്കുലിന് തൻ്റെ എനർജി മെട്രിക്സിൽ കൊടുത്തതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. കാരണം മാസ്കുലിൻ അല്ലാണ്ട് നിലനിന്ന് പോകാൻ പറ്റില്ല. അത് ഒരു ലോസ് ആണെന്നുള്ളത് മാസ്കുലിൻ തിരിച്ചറിയാൻ തുടങ്ങും. ഫെമിനിനെ എവേക്കൻഡ് ആക്കാൻ എന്നുള്ള ആ ഒരു സോൾ പർപ്പസ് ഉള്ളത് കൊണ്ടാണ് മെട്രിക്സിൽ നിലനിന്ന് പോകുന്നത്. ആ സോൾ പർപ്പസിൻ്റെ ആവശ്യകത കഴിഞ്ഞാൽ മാസ്കുലിൻ മെട്രിക്സിൽ നിന്ന് ഉണരും. സോളിന് മെട്രിക്സിൽ ജീവിക്കാൻ ആഗ്രഹം തോന്നിയാൽ ആദ്യം മെട്രിക്സ് വേണമല്ലേ. അതിനായിട്ടാണ് റിവേഴ്സൽ. മെട്രിക്സും അതിലെ പ്രോഗ്രാമിംഗ് ഒക്കെ ഫോമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രിയേറ്റർ മെട്രിക്സിലേക്ക് എവേക്കൻഡ് ആവും. ഡിവൈൻ ഫെമിനിനും മസ്കുലിനും എവേക്കൻഡ് ആവും. തനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാറ്റം ആ മെട്രിക്സിൽ കൊണ്ടുവരാൻ അവർക്ക് പറ്റും. അവരുടെ ഹയർ സെൽഫിലേക്ക് അവർ ഉണരും തോറും അതിനനുസരിച്ച് അവരുടെ റിയാലിറ്റി ചേഞ്ച് ആവുക. നമ്മുടെ സോളിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ സോൾ പാത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫെമിനിൻ തൻ്റെ എനർജി മാസ്കുലിനിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ഫെമിനിൻ അസെൻഡഡ് ആയി തുടങ്ങൂല്ലേ. ഈ അസെൻഷൻ എന്ന് പറയുമ്പോൾ അത് ഫെമിനിൻ തൻ്റെ ഹയർ ആയിട്ടുള്ള ക്വാളിറ്റീസ് തിരിച്ചു പിടിക്കുകയാണ്. കുറച്ച് ക്വാളിറ്റീസുകളുടെ എക്സാമ്പിളാണ് തൻ്റെ കോൺഫിഡൻസ്, തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതൊക്കെ ഡിവൈൻ മാസ്കുലിൻ എനർജിയുടെ ക്വാളിറ്റിയാണ്. തൻ്റെ ഇൻറ്റ്യൂഷൻ, ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കുറച്ച് ആക്ഷനൊക്കെ എടുക്കേണ്ടി വരും. ആ ആക്ഷനൊക്കെ ഡിവൈൻലി ഗൈഡഡ് ആയിരിക്കും. ഫെമിനിൻ്റെ ആ ഒരു അസെൻഷൻ്റെ പാത്ത് തന്നെയാണ് ഫെമിനിൻ്റെ സോൾ പാത്ത് അല്ലെങ്കിൽ സോൾ പർപ്പസ്. ഫെമിനിൻ ഇങ്ങനെ അസെൻഡഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഫെമിനിൻ്റെ ഈ ഒരു ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലേക്ക് അവളുടെ വിസ്ഡം കൈമാറും. കോൺഫിഡൻസും ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ നമുക്ക് ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷൻ എടുക്കണമല്ലേ. അപ്പോൾ ലീഡ് ചെയ്യാൻ പഠിക്കണം, കോൺഫിഡൻ്റ് ആവാൻ പഠിക്കണം, ത്രോട്ട് ചക്ര ഓപ്പൺ ആവണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിനും അവളിൽ നിന്ന് ഉപകാരം ലഭിക്കും. സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല. അത് അസെൻഷൻ്റെ ഭാഗമായിട്ട് ഫെമിനിൻ ലീവ് ചെയ്യുന്ന അവളുടെ ആ ഒരു വഴിയിൽ അവൾ ഇട്ടിട്ട് പോകുന്ന അവളുടെ ആ ഒരു വളർച്ചയുടെ ആ ഒരു തെളിവുകളാണ് അവളുടെ സോൾ പർപ്പസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും, നിങ്ങളെ ട്വിൻ ഫ്ലെയിം ഡിവൈൻ ഫെമിനിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളാണ് ശക്തി, നിങ്ങളാണ് പവർ ചെയ്യുന്നത് മെട്രിക്സിനെ. നിങ്ങൾക്കാണ് മാസ്കുലിനും കാർമിക്കിനും ഇടയിലുള്ള ആ ഒരു ബന്ധം കട്ട് ചെയ്യാനുള്ള ആ ഒരു പവർ ഉള്ളത്. നിങ്ങളെ ആ ഒരു അസെൻഷ്യലിലേക്ക് ആ ഒരു അറിവിലേക്ക് സഹായിക്കുകയാണ് മാസ്കുലിൻ. നിങ്ങളെ ഇട്ടിട്ട് കാർമിക്കിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അസെൻഷൻ സംഭവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീനെ പറ്റി, നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള ആ ഒരു അവബോധം നിങ്ങളിലേക്ക് വരാൻ, സീരിയസ് ആവാൻ തുടങ്ങുക. കാരണം നിങ്ങൾക്ക് അപ്പോഴാണ് ഒരു ബൾബ് കത്താൻ താൻ കൊടുക്കുന്ന എനർജിയൊക്കെ ഒന്നിനുമല്ലാതെ വളരെ താഴ്ന്ന ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തൻ്റെ എനർജി പോകുന്നു എന്ന് ഫെമിനിൻ മനസ്സിലാക്കുമ്പോൾ ഫെമിനിന് തൻ്റെ എനർജി എളുപ്പത്തിൽ തന്നെ പിൻവലിക്കാൻ പറ്റും. മാസ്കുലിന് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. മാസ്കുലിൻ കാർമിക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഫെമിനിൻ മാസ്കുലിനിലേക്ക് അഡിക്റ്റഡ് ആയതുകൊണ്ടാണ്. ഫെമിനിൻ മാസ്കുലിനിലേക്ക് എനർജി കൊടുക്കുന്നത് കൊണ്ടാണ്. ഫെമിനിൻ്റെ ഉള്ളിൽ കാർമിക്കുള്ളത് കൊണ്ടാണ്. ഫെമിനിൻ തൻ്റെ ഉള്ളിൽ ഡിവൈൻ മാസ്കുലിൻ എനർജിയെയും ഫെമിനിൻ എനർജിയെയും ബാലൻസ് ചെയ്യാത്തത് കൊണ്ടാണ്. തൻ്റെ ഉള്ളിൽ ഈ ഒരു ഇന്നർ മാസ്കുലിനെ തനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്
തൻ്റെ നാച്ചുറലായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലിരിക്കാതെ വിചലിതമാവുന്നത് കൊണ്ടാണ് ഫെമിനിൻ്റെ എനർജി എന്താണ് നഷ്ടമാവുന്നത്. ഫെമിനിൻ്റെ ആ ഒരു ഹാർട്ടിനും മൈൻഡിനും ഇടയിൽ എന്താണ് ഫെമിനിൻ തന്നെ വേറെ ആളുകളെ വിളിച്ചു വരുത്തുന്നത് കൊണ്ടാണ്. ഫെമിനിൻ തന്നെയാണ് എന്താണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതും മാസ്കുലിനെ പറ്റി ഒബ്സസ്ഡ് ആവുന്നതും തൻ്റെ ഉള്ളിൽ ഈ നാച്ചുറലായിട്ട് മാസ്കുലിനായിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്നുള്ളത് അറിയാതെ പുറത്തേക്ക് എന്താണ് ഒരു സെപ്പറേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നതും പുറത്തുള്ള ഇല്യൂഷൻസ് കണ്ട് എന്താണ് വിചലിതമാവുന്നതും പുറത്ത് മാസ്കുലിനും കാർമികമായിട്ടുള്ള ഒരു കണക്ഷൻ കാണുമ്പോൾ എന്താണ് ഫെമിനിൻ ഭയപ്പെടുന്നതും തനിക്ക് അബാൻഡൻമെൻറ്റും കൊണ്ടുണ്ടാവുന്നതും റിജക്റ്റഡ് ആയി തോന്നുന്നതൊക്കെ എന്താണ് ഫെമിനിൻ എന്താണ് തൻ്റെ ഉള്ളിലുള്ള മാസ്കുലിൻ എനർജീനെ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഫെമിനിൻ എന്താണ് തൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഗോഡ് അല്ലെങ്കിൽ ഹയർ മാസ്കുലിൻ എനർജി എന്താണ് അവൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്താണ് ഭാവിയിൽ തൻ്റെ മാസ്കുലിൻ കൗണ്ടർ പാർട്ടിനെ എന്താണ് പുറത്തുനിന്ന് അട്രാക്റ്റ് ചെയ്യാൻ എന്താണ് സഹായിക്കും. ട്വിൻ ഫ്ലെയിം DMന് എന്താണ് അസെൻഷൻ സംഭവിക്കാനും അത് സഹായകമാവും. കാർമിക്കും മാസ്കുലിനുമായിട്ടുള്ള ഈ ഡ്രാമകൾ പുറത്ത് കാണുന്നതൊക്കെ എന്താണ് ഫെമിനിൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കാതിരിക്കാനുള്ള ഒരു ഇല്യൂഷനാണ്. ഫെമിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു റിയാലിറ്റിയാണ് ഫെമിനിൻ എന്താണ് പുറത്ത് കാണുന്നത്. ഫെമിനിനാണ് എന്താണ് തൻ്റെ ഉള്ളിലെ മാസ്കുലിൻ എന്താണ് തുടക്കത്തിലെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെമിനിൻ മെട്രിക്സിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഇത് തന്നെയാണ് കാണുന്നത്. അപ്പം മാസ്കുലിൻ എന്താണ് കാർമിക്കിനെ തിരഞ്ഞെടുക്കുന്നത് വഴി എന്താണ് ഫെമിനിൻ എന്താണ് ഇങ്ങനെ ഒരു ഷോക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എവേക്കൻ ആവാൻ വേണ്ടിയിട്ട് ഫെമിനിൻ എവേക്കൻ ആയാൽ എന്താവും മാസ്കുലിനും എവേക്കൻ്റ് ആവാൻ പറ്റും. മാസ്കുലിൻ തിരഞ്ഞെടുക്കുന്ന ലോവർ മെട്രിക്സിൽ എന്താണ് എല്ലാ മായകളും ഉണ്ട്. ചിലപ്പോൾ എന്താണ് ഫെമിനിൻ്റെ ക്വാളിറ്റീസും ഫെമിനിനെ പോലുള്ള ആൾക്കാരെ എന്താണ് കണ്ടുവന്നിരിക്കാം. അത് മാസ്കുലിന് അറിവില്ലാത്തത് കൊണ്ടാണ്, മാസ്കുലിന് എന്താണ് ഇൻറ്റ്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ എന്താണ് ഒരു ഫേക്ക് ആയിട്ടുള്ള ആ ഒരു പേഴ്സണകളായിരിക്കും. ഫെമിനിനെയും കാർമിക്കിനെയും എന്താണ് മാസ്കുലിൻ ഒരുപോലെ ചിലപ്പോൾ കാണാൻ തുടങ്ങാം. അതിന് കാരണം എന്താണ് കാർമിക് എന്താണ് ഡിസീവിങ് ആണ്. ഫെമിനിൻ എന്താണ് തൻ്റെ എനർജി പിൻവലിക്കുമ്പോൾ എന്താണ് മാസ്കുലിൻ എന്താണ് കാർമിക്കിനെ കാർമിക്കായിട്ട് കാണാനുള്ള ആ ഒരു അവസരം കിട്ടുകയും ചെയ്യും. കാർമിക്കിനെ കാർമിക്കായി കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് തൻ്റെ സോൾ ഗ്രോത്തിനെ തടയുന്ന, തൻ്റെ വളർച്ചയെ തടയുന്ന, തൻ്റെ ഉള്ളിലുള്ള മാസ്കുലിൻ്റെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജിനെയും മാസ്കുലിൻ എനർജിയുടെയും യൂണിയൻ തടയുന്ന ഒരു തടസ്സമായിട്ട് എന്താണ് മാസ്കുലിന് കാർമിക്കിനെ കാണാൻ പറ്റും. ഫെമിനിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ആ സ്ഥലത്തൊക്കെ എന്താണ് കാർമിക്കിൻ്റെ മായകൾ എന്താണ് ഫലവത്താവും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കാർമിക്കിനോട് ഫൈറ്റ് ചെയ്യേണ്ട ആ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഡിവൈൻ ഫെമിനിൻ്റേതല്ല. മാസ്കുലിനെ വേക്കൻ്റ് ആക്കേണ്ട ഉത്തരവാദിത്വവും ഡിവൈൻ ഫെമിനിൻ്റേതല്ല. ഡിവൈൻ ഫെമിനിൻ്റെ ആകനെ കൂടെയുള്ളൊരു ഉത്തരവാദിത്തം എന്താണ് തൻ്റെ എനർജി തന്നിലേക്ക് വലിച്ചിട്ട് തൻ്റെ കാര്യങ്ങൾ എന്താണ് ബാലൻസ് ചെയ്യാതെ തൻ്റെ ഇന്നർ മാസ്കുലിൻ എനർജിയെ എന്താണ് ചൂസ് ചെയ്യാതെ. I see the flow